നമസ്കാരം. ഗാസയ്ക്കെതിരായ ഇസ്രായേൽ വംശഹത്യ കഴിഞ്ഞ 11 മാസമായി ഇപ്പോൾ പെയ്തിറങ്ങുകയാണ്. ഔദ്യോഗിക മരണസംഖ്യ ഇപ്പോൾ 40,000-ഓളം കവിഞ്ഞിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ കണക്കുകൾ അതിന് മുകളിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനിടെ അത്യുഗ്ര ശേഷിയുള്ള 2000 പൗണ്ട് അമേരിക്കൻ നിർമ്മിത ബോംബുകൾ അൽമവാസി ക്യാമ്പിൽ ഇപ്പോൾ തീ തുപ്പിയിരിക്കുകയാണ്. സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പറയുന്ന അൽമവാസിയിലെ ഉഗ്രസ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ അവിടെ ഭൂമി പിളർന്ന് വലിയ രീതിയിലുള്ള ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ഫലസ്തീനികൾ മണ്ണിനടിയിലായി. അത് മാത്രമല്ല, ഗാസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്ത അഭയാർത്ഥികൾ, അവർ അന്തി ഉറങ്ങിയ ഡസൻ കണക്കിന് കൂടാരങ്ങൾ, അതെല്ലാം തന്നെ കത്തിനശിച്ചു. മരണക്കെടിയായി മാറിയ ഗാസയിലെ ഇസ്രായേൽ ക്രൂരത ഇനിയും നോക്കിയിരിക്കുന്നത് തുടരാനാവില്ല. വെടിനിർത്തൽ ചർച്ചകൾ നീട്ടി ഗാസ നാമവിശേഷമാക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ ഇതിനോടകം തന്നെ ലോകരാജ്യങ്ങളും കടുത്ത നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. പട്ടിണി, മോശമായ സാനിറ്ററി സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ ജല ദൗർലഭ്യം, മരുന്നുകളുടെയൊക്കെ അഭാവം തുടങ്ങി നവജാത ശിശുക്കളുടെയും അതോടൊപ്പം തന്നെ ഗർഭിണികളുടെയും കൂട്ടക്കുരുതി അടക്കം നരകതുല്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഗാസ. ഇനി ഗാസയ്ക്ക് യുദ്ധാനന്തരവും ഒരു ഉയർത്തെഴുന്നേൽപ്പ് അസാധ്യമെന്ന് തന്നെ പറയാൻ സാധിക്കും. ആക്രമണം അവസാനിപ്പിക്കാനായിട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിർദ്ദേശം നൽകിയിട്ടും ഇസ്രായേൽ സായുധ സേന മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. എല്ലാം തകർത്ത് തരിപ്പണമാക്കിയ ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങളിലേറെയും ഇതിനകം തന്നെ ഇപ്പോൾ നാമാവശേഷമായി കഴിഞ്ഞതിനാൽ തന്നെ എവിടെ ഇനി താമസിക്കുമെന്ന ആശങ്കയും ഇപ്പോൾ അവരിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലും ഗാസയിൽ വ്യോമാക്രമണം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. അതിനിടയിലും ഗാസയിൽ ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 19 സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 34 പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. യുവനിൻ്റെ സ്കൂളിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇതിന് സമീപത്തുണ്ടായിരുന്ന 2 വീടുകളും പൂർണ്ണമായിട്ട് തന്നെ തകർന്നതായിട്ട് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരിൽ 6 പേർ യുവൻ ജീവനക്കാരുമാണ്. ഒളിത്താവളമായിട്ടും അതുപോലെ തന്നെ ആക്രമണത്തിന് പദ്ധതികൾ ഇടാനും സ്കൂളുകളെ ഹമാസ് മറയാക്കുന്നുണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം. ഇതിനാൽ ഇടയ്ക്കിടെ ഗാസയിലെ സ്കൂളുകൾക്ക് നേരെ ഇസ്രായേൽ കനത്ത രീതിയിലുള്ള ആക്രമണമാണ് നടത്താറുള്ളത്. ഈ കഴിഞ്ഞ ബുധനാഴ്ച തെക്കൻ ഗാസയിലെ നഗരമായ ഖാൻ യൂനിസിന് സമീപമുള്ള ഒരു വീടിന് നേരെയും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി. 21 വയസ്സുവരെ പ്രായമുള്ള 6 സഹോദരന്മാരും സഹോദരിമാരും ഉൾപ്പെടെ 11ഓളം ആളുകളാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഗാസയിലെ യുദ്ധം ഇപ്പോൾ 11ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനിടെ ഇപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയാണ്, ആ വാർത്താ റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് യമനിലെ ഹൂതികൾ. ആക്രമണത്തിൽ ഇസ്രായേലിലെ പാതേ മോദിയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഏതാനും ഭാഗങ്ങൾക്ക് തീ പിടിച്ചതായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ അവിടെ ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിസൈലുകൾ പതിച്ചത് ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളിലായതിനാൽ തന്നെ ആളപായം ഉണ്ടായിട്ടില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. മിസൈൽ പതിക്കുന്നതിന് മുന്നോടിയായിട്ട് തലസ്ഥാന നഗരിയായ ടെൽ അവീവിലും അതുപോലെ തന്നെ മധ്യ ഇസ്രായേലിലും അപായ സൈറണുകളടക്കം മുഴങ്ങിയതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നു. ആളപായ സൈറൻ കേട്ടതിനു പിന്നാലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച 9 പേർക്ക് നിസ്സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്ന് ഹൂതി വക്താവ് നസുറുദ്ദീൻ അമീർ പ്രതികരിക്കുകയുണ്ടായി. സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു ഈ പ്രതികരണം. അതേസമയം ഇസ്രായേലിന് നേരെ ഹൂതികൾ കൂടുതൽ ആക്രമണങ്ങൾ ഇപ്പോൾ നടത്താൻ പദ്ധതിയിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈയിലും ടെൽ അവീവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ 10 പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി. ഹമാസ് ബന്ദികളാക്കിയവരിൽ കൊല്ലപ്പെട്ട 3 പേരുടെ മരണത്തിന് ഇപ്പോൾ ഉത്തരവാദി ഇസ്രായേൽ എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF എന്ന് പറയുന്നത്. ഡിസംബർ 14-നാണ് സൈനികരായ റോൺ ഷെർമാൻ അതുപോലെ തന്നെ നിക് ബെയ്സർ എന്നിവരുടെയും അതുപോലെ തന്നെ ഏലിയ ടോൾഡനോയുടെയും ഒക്കെ തന്നെ മൃതദേഹം ഗാസയിലെ ജബലിയയിലുള്ള ടണലിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന് ലഭിക്കുന്നത്. ഇവരുടെ മരണത്തിന് കാരണം നവംബർ 10-ന് ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണമാണെന്നാണ് സൈന്യത്തിൻ്റെ തന്നെ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഹമാസിൻ്റെ വടക്കൻ ഗാസ ബ്രിഗേഡിൻ്റെ നേതാവ് അഹമ്മദ് ഗന്തൂറിനെ വധിക്കാൻ ലക്ഷ്യമാക്കി
ജബലിയയിലെ തുരങ്കത്തിന് നേരെ നടത്തിയ സൈനിക നീക്കത്തിലാണ് 3 ബന്ദികൾ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ അന്വേഷണ പ്രകാരം റോൺ, നിക്, ഏലിയ എന്നിവർ മരിച്ചത് നവംബർ 10 നടത്തിയ ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണ്. ബന്ദികൾ അവിടെ ഉണ്ടായിരുന്നതായിട്ട് അറിവില്ല എന്നാണ് സൈന്യത്തിന്റെ വിശദീകരണം. ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണ് കൊല്ലപ്പെട്ടത് എന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ മരണകാരണം സൈന്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം തുരങ്കത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചതിലൂടെ ശ്വാസതടസ്സം നേരിട്ടാണ് 3 മരിച്ചതെന്നാണ് ഇവരുടെ കുടുംബം ആരോപിക്കുന്നത്. ബന്ദികളുടെ സാന്നിധ്യമുണ്ടെന്ന് വിവരം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ആക്രമണം നടത്താറില്ലെന്നായിരുന്നു ഇസ്രായേലി സൈന്യത്തിന്റെ വാദം. എന്നാൽ പലതവണ ഇസ്രായേൽ ആക്രമണത്തിൽ ബന്ദികൾക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് 3 ബന്ദികളുടെ മരണത്തിൽ സൈന്യത്തിന്റെ പങ്ക് അവർ തന്നെ സമ്മതിക്കുന്നത്. ഹമാസ് ആകട്ടെ കഴിഞ്ഞയാഴ്ച പുറത്തിറക്കിയ വീഡിയോയിൽ റോൺ ഷെർമാൻ, നിക് ബെയ്സർ, ഏലിയ ടോൾഡാൾനോ എന്നിവർ കൊല്ലപ്പെട്ടത് ഇസ്രായേലി ആക്രമണത്തിലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ബന്ദികളുടെ ശരീരത്തിൽ ആഘാതത്തിൻ്റെയോ അല്ലെങ്കിൽ വെടിയേറ്റത്തിൻ്റെയോ ലക്ഷണങ്ങളില്ലെന്ന പാത്തോളജി റിപ്പോർട്ട് അവരുടെ കുടുംബങ്ങൾക്കും കൈമാറിയിരുന്നു. ഇസ്രായേലി സൈന്യമല്ല ബന്ദികളുടെ മരണത്തിന് കാരണമെന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു ഈ ഒരു നീക്കവും. എന്നാൽ പുതിയ റിപ്പോർട്ട് വന്നതോടെ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ സൈന്യത്തിനെതിരെ ആരോപണവുമായിട്ട് രംഗത്തെത്തിയിരുന്നു. ബന്ദികളെ സംബന്ധിച്ച് വിവരം ലഭിച്ചില്ലെന്ന് സൈന്യം പറയുന്നതിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ലെന്നാണ് നിക്കിന്റെ മാതാവ് പറയുന്നത്. റോണിന്റെ ശവകുടീരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് നിങ്ങളെ ബലിയാടാക്കിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് കുറിച്ച കല്ല് അദ്ദേഹത്തിന്റെ അമ്മ കൊണ്ടുവച്ചിരുന്നു. ഇത് പിന്നീട് ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയം എടുത്തു മാറ്റുകയായിരുന്നു. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിനിടയിലാണ് 3 പേരെയും തട്ടിക്കൊണ്ടുപോയത്. ഡിസംബറിൽ ഇസ്രായേലി സൈന്യം അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും മരണകാരണം അടുത്തിടെയാണ് കണ്ടെത്തിയത്. ഏതായാലും യുദ്ധം ഇപ്പോൾ കനക്കുമ്പോഴും പുതിയ ഉപാധികളില്ലാതെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം തീർക്കാനായിട്ട് വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് ഹമാസ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. US മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഉപാധികളില്ലാതെ അംഗീകരിക്കുമെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട്. റോയിറ്റേഴ്സാണ് ഇത് സംബന്ധിച്ച വാർത്താ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹമാസിന് വേണ്ടി വെടിനിർത്തൽ ചർച്ചകൾ നടത്തുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനായ ഖലീൽ അൽ ഹയ്യ, ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽഥാനി, ഈജിപ്റ്റ് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് ഖമേൽ എന്നിവർ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാൻ നിരവധി ചർച്ചകൾ നടന്നുവെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ 11 മാസമായിട്ട് തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇതിനൊന്നും സാധിച്ചിട്ടുമില്ല. CIA ഡയറക്ടർ വില്യം ബെയ്ൻസും ചർച്ചകളിൽ പങ്കാളിയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ US പ്രസിഡന്റ് ജോ ബൈഡൻ ജൂണിൽ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചിരുന്നു. 3 ഘട്ടമായിട്ടുള്ള വെടിനിർത്തൽ കരാറാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുക, ഘട്ടം ഘട്ടമായിട്ട് വെടിനിർത്തൽ ഏർപ്പെടുത്തുക എന്നിവയാണ് കരാറിന്റെ പ്രധാന ഭാഗം. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ 6 ജീവനക്കാർ കൊല്ലപ്പെട്ടുവെന്ന് UN അറിയിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗാസയിൽ UN നടത്തുന്ന സ്കൂളുകളിൽ ഒന്നിനു നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ സംഘർഷം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ആക്രമണത്തിൽ ഇത്രയും പേർ മരണപ്പെടുന്നതെന്ന് UN അറിയിച്ചു. ഇസ്രായേൽ നസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലെ അൽ ജൗനി സ്കൂളിന് നേരെ നടത്തിയ ഈ ആക്രമണത്തിൽ 14 പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടുവെന്ന വാർത്ത അന്താരാഷ്ട്ര അധികൃതരും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ആശുപത്രി അധികൃതരും ഹമാസ് സിവിൽ ഡിഫൻസ് ഫോഴ്സ് ഏജൻസിയും എല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് പലസ്തീനികൾ അഭയാർത്ഥികളായി കഴിയുന്ന ക്യാമ്പിന് നേരെയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത്. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.